ഒന്നുപോലും രണ്ടാമത്തെ 9-ാം വാക്യത്തില് കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തിന് ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. In 1 Corinthians chapter 2 verses 9, it has been written, no eye has seen, no ear has heard what God has prepared for His people. ഇന്ന് പലകാലം ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം നീ അല്ലാതെ ഒരു ദൈവം ഇല്ല എന്നുള്ള വിഷയമാണ്. This morning I would like to talk about the fact that there is none that is greater than our God. കഴിഞ്ഞ തിങ്കളാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങളെ തരുവാനിടയായി തീർന്നു. Last Monday the Holy Spirit gave me these verses. തുടർന്ന ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനിടയായി തീർന്നു. The day subsequent to it I prayed unto God to give me a message. എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ദൈവം തന്ന ഒരു ദൂതാണ്. I know that this is a message given to me by God. ആ ഉറപ്പോടെയാണ് ഇന്ന് പലകാലം നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. I stand before you with that assurance. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാ. In Exodus 15 and verses 11 it says, among all the gods, who a God is like you? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാ. Who is majestic and holy and awesome in glory and wonder working, who is like you? നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. You stretched out your right hand and the earth swallowed them. നാം വായിച്ച വാക്യങ്ങള് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ കാര്യങ്ങള് തുടർന്ന് പാടിയ പാട്ടിന് ഉള്ള ബന്ധത്തിലാണ്. And we see these verses that we just read here as a result of the song that has been sung after delivering the Israelites. ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. Lord is a God who performs for His people. ദൈവം വലിയ ദൈവമാണ്. He is a great God. ദൈവം എല്ലാ ദേവന്മാരിലും ശ്രേഷ്ഠനായ ദൈവമാണ്. And He is more majestic than any other gods. ദൈവം വലിയ ദൈവമെന്ന് തന്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നവനുമാണ്. And God also makes known through His works that He is a great God. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോടുള്ള ബന്ധത്തില് മിസ്രൈമിൽ ആയിരുന്ന തന്റെ ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. The Lord wanted to rescue the Israelites who were in bondage in Egypt. 3-ാം അധ്യായം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു, ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. When you come to chapter 3 of Exodus, the Lord says, I wish to rescue my people. I have heard their cry. I have seen their tears. 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. മോശയുടെ ജനത്തിങ്കില് ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചു, ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം കൊല്ലണമെന്നുള്ള. And in chapters 2 we see a decree by Pharaoh saying that all the male boys who were born, they should be killed. നാം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന അതിനെ തടയുവാൻ ശത്രുവായവൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. When you study the word of God, we see that the devil tries to destroy the plan of God many times. അന്ന് പാർത്തിരുന്ന എല്ലാ സ്ത്രീകളും അവരിലൂടെ ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി പൈതൽ പിറക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു. And every woman who lived at that time thought that there would be a redeemer coming out through them as their own child. മോശയുടെ ജനനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. മോശയുടെ ജനനത്തിൽ മാതാപിതാക്കൾ ശിശു സുന്ദരൻ എന്ന് കാണുവാനിടയായി തീർന്നു. And at the birth of Moses, his parents knew that he was a beautiful baby. യോഗ്യൻ എന്ന് കാണുവാനിടയായി തീർന്നു. They saw that he was fit. അങ്ങനെ നമുക്ക് ആ ഭാഗങ്ങളെ അറിയാം. And we know that we can read that in the first few verses. എന്നാൽ മോശ വളർന്നു അവൻ യോദ്ധാവായി തീർന്നതിന് ശേഷം ഒരിക്കൽ അവനെ യാത്ര ചെയ്തപ്പോൾ ഒരു മിസ്രൈമിനും ഇസ്രായേലും തമ്മിൽ യുദ്ധം വഴക്കിടുന്നത് കാണുവാൻ ഇടയായി തീർന്നുള്ള ഭാഗം നമുക്ക് അറിയാവുന്നതാണ്. And we also know that Moses was a young boy as he grew up. He saw at one time an Egyptian and an Israelite quarreling. നമ്മൾ അവിടെ കാണുന്നു അതിന്റെ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലാണ്. അവൻ 11-ാം വാക്യത്തിൽ ആ കാലത്ത് മോശ മുതിർന്ന ശേഷം
അവൻ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള പേരെ നോക്കി തന്റെ സഹോദരന്മാർ ഒരു എബ്രായനെ ഒരു മിസ്രൈമൻ അടിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു എന്ന് അവിടെ വായിക്കുന്നു. What we read here is that as he saw them quarreling, he started beating the Egyptian up and killing him. മോശ വളർന്ന സാഹചര്യത്തിൽ തന്റെ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കണം തന്റെ ജനത്തിന്റെ കഷ്ടതകളെ കുറിച്ച്. And his mother would have probably told him about the suffering of the people of Israel. അവരുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ വിടുതല അവരിലൂടെ ആകണം എന്നുള്ളത്. And he probably wished that he should be the redeemer of the children of Israel. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു മോശ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അവനെ അടിച്ച് ഒരുവനെ കൊല്ലുവാൻ കൊണ്ടുപോയി. But what did Moses do? Instead he killed that Egyptian that was quarreling with the Hebrew. അത് മോശയുടെ ജീവിതത്തിൽ അത് പ്രതികൂലമായി കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. This incident came against him in his life. ദൈവം നമ്മുടെ മേലെല്ലാം വ്യക്തമായ ശുശ്രൂഷകളെ വ്യക്തമായി ഏൽപ്പിച്ചിട്ടുണ്ട്. The Lord has given us certain works to do in this world. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെയും നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. But we have to wait upon the Lord up to the utmost time. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു ജയത്തിന് കുതിര വ്യർത്ഥമാണ് ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല എന്നുള്ള വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. That is why we read through the psalm is that the horse does not give might to the men. സ്വന്തം ഇഷ്ടപ്രകാരം മോശ ശുശ്രൂഷ ചെയ്യുവാൻ പോയപ്പോൾ അവൻ അത് പ്രതികൂലമായി ഭവിപ്പാനിടയായി തീർന്നു. When Moses tried to take on that responsibility on his own, that came against him. അതുമൂലം അവൻ അവിടെ നിന്ന് ഓടിപ്പോയതായിട്ട് നമുക്ക് രണ്ടാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. Chapter 2, as a result of that, we see that he had to run away from there. എന്നാൽ മൂന്നാം അധ്യായത്തിലാണ് മോശ മിദ്യാനിൽ തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി എന്ന് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. And when you come to chapter 3 is when he was tending the flock in Midian of his father-in-law, and that's when God appeared before him. മോശ ദൈവത്തോട് സംസാരിക്കുകയാണ്. മോശയോട് ദൈവം പറയുകയാണ് നീ ഇസ്രായേൽ മക്കളെ പോയി വിടുവിക്കണം എന്ന് പറയുകയാണ്. This is what God tells Moses, that you have to rescue my people. മോശ ദൈവത്തോട് 5 പ്രാവശ്യം വയ്യ എന്നുള്ള ശബ്ദം പറയുവാൻ കൊണ്ടിടയായിരുന്നു. 5 times Moses replied to God saying that he is not able to do so. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് മോശ ചോദിക്കുകയാണ്. Verses 11, Moses replies to God, who am I that I should go to Pharaoh and bring the Israelites out of Egypt? ദൈവം 10-ാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കാൻ പോവുകയാണെന്ന് ദൈവം പറയുന്നു. Verses 10, the Lord says, I'm going to send you to Pharaoh. മോശ എവിടേക്കാണ് ദൈവം അയക്കാൻ പോകുന്നത്? Where is God sending Moses? എവിടെ നിന്ന് ഓടിപ്പോയോ അവന്റെ അടുക്കലേക്ക് മോശ അയക്കാൻ പോവുകയാണ്. Where he flee from, it's the same place that God is sending Moses back to. ദൈവമക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം എവിടെ പരാജയപ്പെടുന്നുവോ അവിടെ നമ്മെ വിജയമാക്കുവാൻ ദൈവശക്തനാണ്. The child of God, where you got defeated in your life, that's where you'll see the victory from God. ഒരു ദേശത്ത് നിന്ന് അപമാനിക്കപ്പെട്ടുവെങ്കിൽ അവിടെ മാനിപ്പാൻ ദൈവശക്തനാണ്. And if you do not get any recognition, God will give you recognition in that land. ഒരു സ്ഥാനത്ത് നീ പരാജയപ്പെട്ടുവെങ്കിൽ ആ പരാജയങ്ങളെ വിജയമാക്കുവാൻ ദൈവശക്തനാണ്. If you are defeated in one point of your life, God will give you victory over it. ഈ Hallelujah. കാലം എടുത്ത് ഒന്നുകൂടെ പറയട്ടെ, നീ പരീക്ഷയിൽ പരാജയപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിനക്ക് വിജയം തരുവാൻ ദൈവശക്തനാണ്. And if you think that the test that you took, that you are defeated, that God can give you victory. നിന്റെ Hallelujah. ഔദ്യോഗിക ജീവിതത്തിൽ നീ പരാജയപ്പെട്ടവനാണെങ്കിൽ നിന്നെ വിജയമാക്കുവാൻ ദൈവശക്തനാണ്. If you are defeated in the workplace that you are in, God can give you victory there. നിന്റെ കുടുംബജീവിതത്തിൽ നീ പരാജയപ്പെട്ടവനായി ഇരിക്കുകയാണെങ്കിൽ നിന്നെ വിജയമാക്കുവാൻ ശക്തനായ ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ള കാര്യം ഇന്ന് പലക്കാലം മറക്കരുത്. Oh, are you sitting here defeated in your family life today morning? Let me remind you that God can give you a victory. അത് നിന്റെ കഴിവുകൊണ്ടല്ല. It is not because of your might. മോശ പറയുകയാണ്, ദൈവമേ നീ എന്നോട് എന്താ പറയുന്നത്? മോശ കമ്പരപ്പായി എന്നെ അങ്ങോട്ട് അയക്കുകയാണോ എന്ന് അവൻ ചോദിക്കുകയാണ്. And Moses rebels with God, saying, who am I, Lord, that I should go unto Pharaoh? എന്നാൽ മോശയ്ക്കോട് ദൈവത്തിന് പറയാനുള്ള മറുപടി ഇതാണ്. 12-ാം വാക്യം വായിക്കുമ്പോൾ 12-ാം വാക്യം വായിക്കാം. And this is what God replies to Moses in verses 12. അതിനെ അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. And God said,
I will be with you. മോശെ നിന്റെ കഴിവുകൊണ്ടല്ല, Moses, it's not because of your might. നീ മിസ്രൈമിൽ പഠിച്ച ആ അഭ്യാസം കൊണ്ടല്ല ഞാൻ നിന്നെ അവിടേക്ക് അയക്കാൻ പോകുന്നത്. It's not because of the qualifications you got from Egypt that I'm sending you back. പ്രത്യുത ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോവുകയാണ്. But because I will be with you. നിനക്ക് വിജയം തരുന്നത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കഴിവാണ്. You are victorious not because of what you did, but it is because God was with you. ലോകത്തിന്റെ സംഭവങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ശക്തിക്ക് മുന്നിൽ ഈ ലോകം ഒന്നുമില്ല എന്നുള്ള കാര്യം നാം ദിവസേന കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. Every day we see that no matter how advanced this world is, in before God this world is nothing. മുമ്പേ അലക്സ് ബ്രദർ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ലോകത്തിന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കഴിവെല്ലാം വ്യർത്ഥമാണ്, മനുഷ്യന്റെ ശക്തിയെല്ലാം വ്യർത്ഥമാണ്, ദൈവമാണ് വലിയവനെന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. And God is showing every single day that no matter how hard man tries, God is still victorious and He has control over everything. മോശയോട് ദൈവം പറയുകയാണ്, മോശെ നീ സ്വയമായി നോക്കി അവരെ വെടിവെപ്പാൻ നോക്കി നീ ഓടിപ്പോയി, എന്നാൽ നിന്നെ ഞാനിപ്പോൾ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുകയാണ്, നിന്റെ കഴിവുകൊണ്ടല്ല ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോവുകയാണ്. God is telling Moses that you quarreled, but you had to leave there, you had to flee away, but I am going to be with you. Go back to Pharaoh. Hallelujah. നിന്റെ ജീവിതത്തിന് വിജയം വേണമോ? ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടണം. This morning, do you need a victory from God? You need to see the grace of God in your life. പരാജയങ്ങളെ വിജയമാക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കണം. Let us ask God for His grace that our defeats might be victorious. നാളുകളായി നീ പരാജയപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങളിൽ ഇതുവരെ വിജയം തരുവാൻ ശക്തനാണ്. And God can give you victory on all the prayer requests that you thought were defeated. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. What the Holy Spirit told me, this is what I'm sharing with you this morning. നിന്റെ പരാജയങ്ങളെ വിജയമാക്കുവാൻ ദൈവം ശക്തനാണ്. God is able to turn your defeats into victories. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിധത്തിൽ മാനസികമായി വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Dear child of God, if you're going through the mental language this morning, you be reminded that God is victorious. Hallelujah. ദൈവം നിന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടികളെ പാലിപ്പിക്കുന്ന ദൈവമാണ്. And God is a God that can raise up flags of victories among you. എത്രവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? And if you can praise God, hallelujah. ദൈവം മോശയോട് പറയുകയാണ്, മോശേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. God tells Moses, Moses, I am with you. നിന്റെ ഭയമാണ് ഞാൻ ഫറവോന്റെ അടുക്കൽ എങ്ങനെ പോകുമെന്നുള്ളത്. You probably are thinking, how can I go before Pharaoh? നീ എവിടെ നിന്ന് ഓടിപ്പോയതാണ്, ശരിയാണ്. It is true that you left from Pharaoh at one point. നീ എവിടെ പരാജയപ്പെട്ടവരാണ്, ശരിയാണ്. It is true that you were defeated there. എന്നാൽ ഞാൻ നിന്നെ അയക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ്. But here I am your God, I am sending you, I am with you. രണ്ടാമത് മോശ ദൈവത്തോട് ചോദിക്കുന്നതിന് 13-ാം വാക്യം വായിക്കുമ്പോൾ, And again Moses is asking God, verses 13. മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. Suppose I go to the Israelites and say to them, the God of your father says, send me to you, and they ask me, what is his name? What shall I tell them? ദൈവത്തോട് ചോദിക്കേണ്ട നാമം എന്ത്, നിന്റെ പേരെന്താ എന്ന് ചോദിക്കുകയാണ്. And he's asking God, what shall I tell them that your name is? ഞാൻ ഇസ്രായേൽ മക്കളിലേക്ക് ചെന്നിട്ട് ദൈവം എനിക്ക് പ്രത്യക്ഷനായെന്ന് പറയുമ്പോൾ എന്റെ നാമം എന്തെന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നാണ് മോശ ചോദിക്കുന്നത്. Moses is asking, if I go to the Israelites and tell them that God has sent me here, they ask me, what's your name? What should I tell? അതിന് ദൈവം മറുപടി പറയുന്നു 14-ാം വാക്യം. അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാവും. So God replied back to Moses saying that I am who I am. അതിന്റെ അർത്ഥം ഞാൻ സ്വയം സ്ഥിതി ചെയ്യുന്നവനാണ്. It means that I establish myself. ഞാൻ നിത്യനാണ്. I am eternity. എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നവനും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നവനുമാണ് ഞാൻ. I always was, I always is, and I always will be. Hallelujah. നമ്മുടെ ദൈവം ഉണ്ടായിരുന്നവനാണ്, ഇപ്പോഴും ഉള്ളവനാണ്. അവൻ സർവശക്തിയുള്ള നിത്യനായ ദൈവമാണ്. And he is an eternal God toward eternity, past, present, and future. അവന് കഴിഞ്ഞ നാളിൽ പ്രവർത്തിച്ച ദൈവമാണ്, അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is a God who performed in the past, he is a God who performs even today. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is a God who performed for the Israelites, he is a God who can perform for you and me. ദൈവം സർവശക്തി
ഉത്തരം പറഞ്ഞു. Again, Moses has a complaint towards God. He says, what if they do not believe me or listen to what I say? The Lord did not appear to you. ദൈവത്തോട് മോശ പറയുകയാണ്, എനിക്ക് വ്യക്തമായ ഒരു അടയാളം തരണം, നീ എനിക്ക് പ്രത്യക്ഷനായി എന്നുള്ളതിന്. And Moses is telling God, give me a sign that you appeared before me. ദൈവം ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ വ്യക്തമായ അടയാളത്തോടുകൂടിയായിരിക്കും ദൈവം വിളിക്കുന്നത്. When God calls somebody for ministry, He will give a sign. Hallelujah. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എടുത്തു പറയുവാൻ ചില സന്ദർഭങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറയുവാൻ കഴിയും. If you examine your own life and think back to your past, you can say about God's goodness in your life. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ പ്രത്യേക സ്പർശനം കാലാകാലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. Every single person sitting here has experienced the touch of God. Hallelujah. ഓരോ വ്യക്തിയും പറയും, ഇന്ന സമയത്ത് ഇന്ന വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. If you ask each other, you might say, this time God touched me. എന്തിനാണെന്നറിയാമോ? You know why? ദൈവം നമ്മെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുവാനാണ്, നിർത്തുവാനാണ്. So that He can stand firm in your faith. Hallelujah. മോശയ്ക്ക് ദൈവം 3 അടയാളങ്ങളാണ് കൊടുത്തത്. God gave Moses 3 signs. മോശയോട് ആദ്യം പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടിയെന്തോ നിലത്തിടാൻ പറഞ്ഞു. And the first thing He told him, He said, what do you have in your hand? The staff, put it down. അത് നിലത്തിട്ടപ്പോൾ അത് പാമ്പായി സർപ്പമായി തീർന്നു. The moment he put it down, it became a snake. രണ്ടാമത്തെ അടയാളം ഇതായിരുന്നു, നിന്റെ കൈ മാരണത്തിലിടാൻ പറഞ്ഞു. And he said that put your hand in the pocket. അതിന്റെ 6-ാം വാക്യമാണ്, 4-ന്റെ 6 യഹോവ പിന്നെ അവനോട് നിന്റെ കൈ മാരണത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു. And the Lord commanded Moses, put your hand inside your coat. അപ്പോൾ അത് കുഷ്ഠരോഗം പോലെയായി തീരുവാനിടയായി. When he took it out, he saw that it was filled with leprosy. മൂന്നാമത് മോശയോട് പറഞ്ഞത്, നീ വെള്ളം നിലത്തിലൊഴിക്കുക, അത് രക്തമായി തീരും എന്ന് പറയുവാൻ ഇടയായി. And finally he says, pour out the water onto the ground, it will become blood. അങ്ങനെ വ്യക്തമായി അടയാളത്തോടുകൂടി ഉറപ്പോടുകൂടി ദൈവം മോശയെ മുന്നോട്ട് വിടുകയാണ്. So with specific signs given to him, God is sending Moses. ഇതെല്ലാം പറഞ്ഞിട്ട് മോശയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല. ഒടുവിലായിട്ട് പറയുകയാണ്, 4-ാമത് പറയുകയാണ്, എനിക്ക് വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്. അതിന് 4-ാമത്തെ 10-ാം വാക്യത്തിലാണ് മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയോട് സംസാരിച്ച ശേഷവും വാക്സാമർത്ഥ്യം ഉള്ളവനല്ലോ അല്ല, ഞാൻ വിൽക്കനും തടിച്ച നാവുള്ളവനുമാണ് എന്ന് പറയുകയാണ്. Even after all of this, Moses is still not convinced. He has an excuse before God. He says, oh Lord, I've never been eloquent, neither in the past or in the present. I'm slow of speech and tongue. ദൈവം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യന് നാവ് കൊടുത്തതായിരുന്നു. This is what the Lord tells him. Who gave you your mouth? Who makes the deaf and the mute? Hallelujah. He said, not I, the Lord, who gave you this, so now go, I will work for you. And the final time Moses once again has an excuse saying, Lord, send someone else. But God was angry with him. മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ സഹോദരനായ അഹരോനുണ്ടല്ലോ, അവൻ നല്ലവണ്ണം സംസാരിക്കാൻ അറിയും, നീ അവനെ കൂടെ കൂട്ടിക്കൊള്ളുക എന്ന് ഒടുവിലായി പറയുവാനിടയായി. So this is the solution God gives. God says, you have a brother Aaron, he can speak well, why don't you take him with you? ഫറവോന്റെ അടുക്കൽ പോയി മോശ 11 അത്ഭുതങ്ങളാണ് ചെയ്തത്. So Moses goes to Pharaoh and does 7 different signs. 11 different signs. 10 ബാധകളും ഒരു അത്ഭുതവും അവിടെ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. 1 miracle and 10 plagues. അതിൽ പല ഭാഗത്തും ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവമായ യഹോവയല്ലാതെ ആരുമില്ല എന്ന് പറയുന്ന അനേക ഭാഗങ്ങളുണ്ട്. And throughout all these signs, there are many places where it's evidently said that without God is the greatest God above all gods. 10-ാം വാക്യം വായിക്കുമ്പോൾ നാളെ എന്ന് അവൻ പറഞ്ഞു. When you read from chapter 8 and verses 10, he says, tomorrow. ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്ക് പോലെ ആകട്ടെ എന്ന് 10-ാം വാക്യത്തിൽ വായിക്കും. And we read in verses 10 that so that you might know that there is none like our God, let it be like you have said. ഈ ബാധകളിലൂടെയൊക്കെ ദൈവം ഫറവോനോട് വെളിപ്പെടുത്തിയത്, നീ സേവിക്കുന്ന ദേവന്മാരെ പോലെയല്ല, ജീവനുള്ള ദൈവം വലിയ ദൈവമാണ് എന്ന് ഈ ബാധകളിലൂടെയൊക്കെ വെളിപ്പെടുത്തുവാനിടയായി. Through all these plagues that came unto Egypt, what he wanted to prove to Pharaoh was that it is not, our God is not like a God like yours. He is greater than your God. Hallelujah.
മിസ്രൈമിലും അനേക ദേവന്മാരുണ്ടായിരുന്നു. ഈ ദേവന്മാരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്ന് വെളിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ദൈവം അവിടെ വെളിപ്പെടുത്തുവാനിടയായിരുന്നു. The Lord sent these plagues to prove that He is greater than any of the gods that He had. 8:22 വായിക്കുമ്പോൾ ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നായിച്ചവരാതെ വേർതിരിക്കുമെന്ന് ദൈവം പറയുകയാണ്. And He says that where my people live, so that no swarms of fly will be there, so that I might be shown as I'm the God who I am. ആ പല വാക്യങ്ങളിലെ നമുക്ക് കാണാൻ കഴിയുന്നു. 9:14, 9:29 നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെയെല്ലാം കാണുന്നത് ദൈവം പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളത്. And throughout all these chapters, as you examine, He says, without God, there is none greater than our God. ആദ്യമേയൊക്കെ അത് വിശ്വസിക്കുമെങ്കിലും വീണ്ടും അവന്റെ ഹൃദയം കഠിനപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. We see that even though in the beginning Pharaoh started believing it, again his heart was hardened. ദൈവത്തിന്റെ പ്ലാനായിരുന്നു ഫറവോൻ ഇതൊക്കെ അനുഭവിക്കണം. കാരണം ഇസ്രായേൽ മക്കളെ അത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി ഫറവോന്റെ കണ്ണാലെ കാണുവാന് ദൈവം അതെല്ലാം ചെയ്യുവാൻ. The Lord did this. It was not by chance, so that Pharaoh would understand how much he made the Israelites suffer. ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ ദൈവം ചെയ്ത പ്രവൃത്തി ഇസ്രായേൽ മക്കൾക്ക് പോലും അറിയില്ലായിരുന്നു. And even Israelites did not know what God went through to rescue them. അതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം വേറെ ദൈവമില്ല. അവരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്തത് ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല. That is why we read that there is none greater than our God. There is nothing, there is no ear has heard, no eye has seen what the greatness of God is. ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ദൈവമാണ്. God is a God who does great things for us. പലപ്പോഴും പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. Amidst the problems that befall in our lives, we are hardened. എന്നാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്ത് അവരുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. But if you hope and wait for God, His name will be glorified and He can do miraculous things in your life. ദൈവം ചെയ്യുമ്പോഴെല്ലാം അവരുടെ നാമം മഹത്വപ്പെടുന്ന രീതിയിലാണ് ദൈവം ചെയ്യുന്നത്. Whenever God does something in your life, His name will always be glorified. നമുക്കറിയാം, ലാസറ് മരിച്ച സമയത്ത് കർത്താവ് പറയുന്നത് ഈ മരണം എന്നേക്കുമുള്ള മരണമല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനത്ര എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We read that when Lazarus died, he said that this death is not like any other, but so that God's name may be glorified. That's why this death occurred. നിന്റെ ജീവിതത്തിൽ വരുന്ന താഴ്ചകളും പ്രതികൂലങ്ങളും എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവം മാത്രം ദൈവമെന്ന് വെളിപ്പെടുത്തുവാനാണ് എന്നുള്ള കാര്യം ഇതുവരെ കാലം ദൈവം മറന്നു പോകരുത്. Don't forget that every valleys that you experience in your life, all the low portions of your life, you go through all of this is because God's name has to be glorified. ദൈവം ഒടുവിലായിട്ട് ചെയ്തത് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിപ്പാൻ. And finally the Lord rescues the Israelites from Egypt. ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ നടത്തുകയാണ്. The Red Sea has been parted and you see the Israelites walking through it. രണ്ട് സൈഡിലും വെള്ളം ഐസ് പോലെ നിൽക്കുകയാണ്. And you see on both sides they have a wall of water. ഇസ്രായേൽ മക്കൾ ഏകദേശം 10-20 ലക്ഷം ജനം ഈ ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ നടക്കുകയാണ്. A great multitude of people, these Israelites, they're walking between these two walls of water. ഓ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. You know how miraculous our God is. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണ് അവിടെ കാണാൻ കഴിയുന്നത്. You see how great the grace of God is. ഇസ്രായേൽ മക്കൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഫറവോൻ പുറകെ വരികയാണ്. And as they are walking, you see the Pharaoh behind them. ആ സമയത്താണ് ദൈവം ഇസ്രായേൽ മക്കളുടെ മേൽ വലിയ ചെയ്യുന്നത് കാണാൻ നമുക്ക് കഴിയുന്നു. You see a great miracle happening and He rescues the Israelites there. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 24-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങി നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മുതലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. And as they were walking through the dry ground, the Egyptians pursued them. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. Pharaoh's horses and chariots followed them into the sea. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. The Lord looked down from a pillar of fire and cloud to the Egyptian army. മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി. And He threw them into a confusion. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി. He made the wheels of the chariot come off. അതുകൊണ്ട് മിസ്രയീമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക,
യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിൽ യുദ്ധം ചെയ്യുന്നു എന്ന് The പറഞ്ഞു. Egyptians said, "Let us get away from the Israelites. The Lord is fighting for them." ആ ചെങ്കടലിന് നടുവിൽ മിസ്രയീമിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ദൈവം തന്നെയാണ് ഇതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. Amidst the Red Sea, the Egyptians understood one thing, that the Lord is fighting the battle for the അവരിപ്പോൾ Israelites. വ്യക്തമായി മനസ്സിലാക്കി ഈ ദൈവമല്ലാതെ ഒരു ദൈവമില്ലായിരുന്നു. They knew in their life at that moment that there is none greater than their God. ഇസ്രായേലിലെ ഒരു ദേവന്മാർക്ക് അവരെ രക്ഷിക്കാൻ കഴിയാതെ വന്നു. ദൈവത്തിന്റെ കരം അത്ര ശക്തമായിരുന്നു. And there were no other gods of the Egyptians that were evident there, but the God of the Israelites was strong. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ല. There's no greater God than our God. എല്ലാ Hallelujah. ദേവന്മാരും ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം. He is the Lord of all lords. Hallelujah. ഹല്ലേലൂയ. Hallelujah. കടലിലെ കാര്യം നിർമ്മിച്ചവരാണ് നമ്മുടെ ദൈവം. He created land and the sea. Hallelujah. സകലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. He is the God who has authority over everything. Hallelujah. ഹല്ലേലൂയ. Praise God. ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കുകയാണ്, ഇസ്രായേൽ മനസ്സിലാക്കുന്നു ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. The Egyptians understood at that point that God is fighting for the Israelites. അവർ മനസ്സിലാക്കി താമസിച്ചു പോയി. They were too late to understand. വെള്ളം അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയീമിന്റെ മേലും കുതിരപ്പുറയുടെ മേലും മടങ്ങി വരേണ്ടതിനെ കടൽമേൽ കൈ നീട്ടുക എന്നത്. Lord tells Moses, "Stretch out your hand over the sea so that the waters may flow back, and the Egyptians and their chariots and the horsemen may die." ഇസ്രായേൽ മക്കൾ സുഖമായി അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ And after the Israelites made it to the other end, അവരെ പിന്തുടർന്ന ശത്രുവിത ചെങ്കടൽ താഴെയായി തീരുവാനിടയായിരുന്നു. here the enemy who were following them was destroyed by the Red Sea. അപ്പോൾ മിരിയാം തപ്പെടുത്ത് പാടുകയാണ്, എന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലാതെ പാടുകയാണ്. Miriam takes up the instrument timbre and she's singing, "There is none greater than my God." പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ദൈവം വലിയ ദൈവമെന്ന്. Many times in our life, God has made it evident that He is great. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരും. Let us praise God this morning. There is none greater than our God. ലോകത്തിലെ സംഭവങ്ങളൊക്കെ വിളിച്ചോതുന്നു നമ്മുടെ ദൈവം വലിയ ദൈവമെന്ന്. And everything in the world that's telling us and teaching us that our God is a great God. മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന പരിമിതികളുണ്ട്. There are limitations to what man can do. അവൻ നക്ഷത്രങ്ങളിൽ, അവൻ ചന്ദ്രനിൽ പോയാലും ചൊവ്വയിൽ പോയാലും അത്രമാത്രം കഴിവുണ്ടെങ്കിലും എന്നാൽ അവന് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Man might be able to make it to the moon, but there are yet many things that man is not capable to prevent. Hallelujah. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. Our God is a great God. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും നടത്തുവാൻ ഈ ദൈവം ശക്തനാണ്. ഈ ദൈവം എന്ന് കേൾക്കുന്ന നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവനും വഴിനടത്തുന്ന ദൈവമാണ്. He's able to make all the small and big things in our lives be a blessing to us. He's a great God. He can make us walk. Hallelujah. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us with His word.